ഹലോ, ഫ്രൈഡേ ഫ്ലെയിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് കണവ കൊണ്ട് നല്ലൊരു സ്റ്റാർട്ടറാണ്. കുറച്ച് ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റാർട്ടറാണിത്. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ സൈസ് കണവ ഒരു 10 എണ്ണം. പിന്നീട് നമുക്ക് വേണ്ടത് ബട്ടർ, വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, വറ്റൽമുളക് ചതച്ചത്, കുറച്ച് കുരുമുളക്, കുറച്ച് ഉപ്പ്. ഇനി വേണ്ടത് ഒരു 1.5 സ്പൂൺ മൈദയാണ്. അതിലേക്ക് ഒരു 1/4 കപ്പ് പാലും വേണം. എടുക്കുന്ന കണവ അനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവുകളും വ്യത്യാസപ്പെടും. പാലും മൈദയും കൂടെ ചേർത്ത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ബട്ടർ ഇട്ട അത്രയും യൂസ് ചെയ്തിട്ടില്ല. അത് ജസ്റ്റ് ഒന്ന് മെൽറ്റായതിന് ശേഷം തിരിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ബട്ടർ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ചില്ലി ഫ്ലേക്സ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്തതിന് ശേഷം കണവ കൂടി അതിലേക്കിട്ട് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. 2 മിനിറ്റൊക്കെയാണ് കണവയുടെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നമ്മളിപ്പോൾ എടുത്ത് വച്ചിരിക്കുന്ന മൈദയുടെയും പാലിൻ്റെയും മിക്സിന് പകരം യൂസ് ചെയ്യുന്നത് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം വീട്ടിൽ അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് മൈദയും പാലും ചേർത്തുള്ള മിക്സ് യൂസ് ചെയ്യാം. ഇനി കണവ വെന്ത് വരുമ്പോഴേക്കും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാലും മൈദയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സ്റ്റാർട്ടർ തയ്യാറായിട്ടുണ്ട്. ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം.